ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്ന് നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പാർട്ട് 7 ആണ് ഇട്ടിരിക്കുന്നത്. പാർട്ട് ലാസ്റ്റുമാണ്. അപ്പം പാർട്ട് 1 തൊട്ട് പാർട്ട് 7 വരെയാണ് ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്ടും കണ്ടു നോക്കണം. ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് അവനവൻ്റെ അളവിൽ ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഹുക്കും ഹോളും വെച്ചിരിക്കുന്നത് വരെയാണ് പാർട്ട് 6 ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഹുക്കും ഹോളും വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിടത്തേക്ക് നമ്മളുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണ്, എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. എന്നിട്ട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് സ്ട്രിപ്പ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി മെയിൻ ക്ലോത്ത് മിച്ചം ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് വിട്താണ് ഇതുപോലെ ക്രോസ് സ്ട്രിപ്പ് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ക്രോസ് സ്ട്രിപ്പ് കൊടുക്കുന്നതിന് കാര്യം നല്ല നീറ്റായിട്ട് നമ്മളുടെ നെക്കിൻ്റെ ഭാഗങ്ങളെല്ലാം വളവുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രോസ് സ്ട്രിപ്പാണ് നെക്കിന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മളിതിനെ തമ്മിൽ ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആ കോർണറുകൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ എഡ്ജുകൾ വരുന്നിടം തമ്മിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒന്ന് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്ത് കൊടുത്തോണം. ഏതൊരാൾക്ക് സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ അളവുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ അടുത്തതും എല്ലാം വെച്ച് കൊടുത്തു നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ സൈഡ് 1/4 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു 1/4 ഇഞ്ചോളം വിഡ്ത്ത് മതിയേ. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അത്യാവശ്യം വേണ്ട ലെങ്തിലാണ് നമ്മൾ ഈ ക്രോസ് സ്ട്രിപ്പിനുള്ള ഈ ഒരു സ്ട്രിപ്പ് എടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ബ്ലൗസ് എടുത്തതിന് ശേഷം കറക്റ്റ് ഈ പോയിൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് കറക്റ്റാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നോക്കുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുവേ. അതിനുശേഷം രണ്ടിടത്തും ഇങ്ങനെ ടച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്രോസ് സ്ട്രിപ്പിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഒരല്പം നീട്ടിയിട്ട് കൊടുക്കണേ. നമുക്ക് അവിടെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സ്ലോയിലാണ് നെക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ വളവുകളെല്ലാം വരുമ്പോൾ അതിനെല്ലാം അനുസരിച്ച് നമ്മൾ ഷേപ്പ് വെച്ച് കൊടുത്ത് വേണം വളരെ സ്ലോയിൽ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ച് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റിലൂടെ തന്നെ നമ്മുടെ സ്റ്റിച്ച് വരണേ. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ഒരേ അളവ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഒരു ഭാഗം ഇതുപോലെ വരുന്ന രീതിയിലായിരിക്കണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം ഈ വളവുകൾ വരുന്നിടത്തെല്ലാം നമ്മൾ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കണേ. അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിടത്തൊന്നും നമ്മളുടെ കട്ട് വീഴാൻ പാടില്ല. ഈ വളവുകളെല്ലാം നെക്കിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും വളവുകൾ വരുന്നിടത്ത് മാത്രം നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ എല്ലാം ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡിലേക്ക് ആ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ആ സൈഡ് വഴി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കറക്റ്റാണോയെന്ന് നമ്മളിങ്ങനെ വെച്ച് നോക്കണം. അതെല്ലാം നമ്മൾ ആദ്യമേ ആ മാർക്ക് ചെയ്തിടം വഴി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടേ കിട്ടത്തുള്ളേ. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം നമ്മൾക്ക് കൈത്തയ്യലാണ് തയ്ക്കേണ്ടത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഏതൊരാൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന രീതിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്.
അവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ കറക്റ്റ് സെൻറ്ററിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സെൻറ്ററിൽ നിന്ന് അങ്ങ് തുടങ്ങിയാൽ മതി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം വീട്ടിലിരുന്ന് തന്നെത്താനൊക്കെ ചെയ്തെടുക്കുന്നവർക്ക് നമ്മളിപ്പോൾ വലിയ സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാതെ അവനവൻ്റേതല്ലേ ആദ്യമേ ചെയ്ത് നോക്കുന്നേ. അപ്പം നമുക്ക് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അങ്ങ് തുടങ്ങിയാൽ മതി. ഞാൻ എപ്പോഴും സെൻറ്ററിൽ നിന്നേ ചെയ്യത്തുള്ളൂ. എനിക്ക് നല്ല നീറ്റായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാറുമുണ്ട്. നമുക്ക് നല്ല കംഫർട്ടാണ് താനും. ഇനി നമ്മളിതിനെ നേരെ തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ബാക്ക് പോർഷൻ, അതിൻ്റെ ബാക്കി ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സ്ലോയിൽ ചെയ്ത് കൊടുക്കുന്ന എപ്പോഴും നല്ലത്. നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്ത് കൊടുക്കരുത്. ഒരല്പം എടുത്ത് പിടിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കിട്ടുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത പാർട്ടും ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ ഇങ്ങനെ വരണം. അതിനായിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് തന്നെയാണ് നമ്മളിവിടവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. ഇഷ്ടമുള്ളവരെല്ലാം അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ഇടുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പം നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്ക് ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ഒരു സ്ട്രിപ്പോടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. ബാക്ക് പോർഷനെ നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു 2 ഇഞ്ച് വിട്താണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ 1.5 ഇഞ്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് അനുസരിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കിവിടെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ സൈഡ് മടക്കി കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ അളന്ന് നോക്കണം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന ആ പാർട്ട് ഇട്ടപ്പം നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു, സീം അലവൻസ് വേണ്ടേ ബെൽറ്റിൻ്റെ ഭാഗവും മെയിൻ പോർഷനും കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂടുതൽ ഇടേണ്ടതെന്ന്. വേണ്ട ആവശ്യമില്ല, അതെല്ലാം നമ്മൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ബാക്ക് പോർഷനായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ ആ ബാക്ക് പോർഷനിലേക്ക് നല്ല വശത്തിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അത് നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കി കൈത്തയ്യലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് മടക്കി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പ്രസ് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് നമ്മളിവിടെ ഒന്ന് അകത്തൂടെ കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൈഡുകൾ നമ്മളുടെ ആവശ്യത്തിന് വിട്ടിട്ട് നമ്മളിങ്ങനെ, അപ്പോൾ ഒരുപാട് സീം അലവൻസ് നമുക്കൊരു 2 ഇഞ്ചോളം തയ്യൽ തുമ്പും കിട്ടുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 1.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതിനുശേഷം ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം വെച്ചതിന് ശേഷം ഒരുപാട് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുകയും ചെയ്യാവേ. ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഭാഗവും നമ്മൾ ബാക്ക് പോർഷനിലെ ബോട്ടം ഭാഗവും കൈത്തയ്യലാണ് തയ്ച്ച് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൈത്തയ്യൽ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, അറിയത്തില്ലാത്തവർ അത് കണ്ടു നോക്കിയാൽ മതി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തയ്യൽ തുമ്പും കിട്ടി, നല്ല നീറ്റായിട്ട് നമ്മുടെ ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് സ്വന്തം അളവിൽ കട്ട് ചെയ്താൽ അവനവന് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമേ. നമ്മളിപ്പം ഹുക്കും ഹോളും എല്ലാം വെച്ച് കൊടുത്തു. നല്ല നീറ്റായിട്ട് സൈഡുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് തയ്യൽ തുമ്പ് നിർത്തി ബാക്കി കട്ടിങ് ചെയ്ത് കളഞ്ഞ് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പുറകിലെല്ലാം നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സ്വന്തം അളവിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ കൂടിയ വിലയുള്ള തുണിയൊന്നും ആദ്യമേ ചെയ്യാതിരിക്കുക. കുറഞ്ഞ വിലയുള്ള അതും പുതിയ തുണിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പഴയ സാരിയിലൊക്കെ നല്ല അയൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല നീറ്റാക്കി നമ്മുടെ ക്ലോത്ത് എടുത്തതിന് ശേഷം മാത്രം ബ്ലൗസ് തയ്ച്ച് പഠിക്കണേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.